കുറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങിയ കുറച്ച് പ്രോഡക്ട്സുകളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിക്കോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഞാൻ പാക്ക് പൊളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇത് 12 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതിന്റെ തന്നെ 3-4 കളർ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എടുത്തത് ബ്ലാക്ക് കളറാണ് കേട്ടോ. നമുക്ക് കിച്ചണിലെ ബ്ലാക്ക് ആയിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇതിന്റെ പാക്കിംഗ് അടിപൊളിയാണ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. ഇതൊരു സിലിക്കൺ സ്പാച്ചുലയുടെ സെറ്റാണ്. നമുക്ക് ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സ്പാച്ചുലകളും ഇതിൽ അവൈലബിൾ ആണ്. എല്ലാറ്റിനും വുഡൻ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ 2 ദോശമാവ് കലക്കി ഒഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് കറിയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഇപ്പം കാണിക്കുന്നത് നമുക്ക് ചപ്പാത്തി എല്ലാം മറിച്ചിടാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ നമുക്ക് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിലെല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ ദോശയും മീനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പാസ്ത പോലത്തെ ഐറ്റംസ് എല്ലാം കോരി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാ ഒരു വിസ്കും കൂടി ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം കുറച്ച് ചെറുതായി പോയി കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാനെല്ലാം പറ്റും. പക്ഷെ കുറച്ച് ചെറുതാണ്. പിന്നെ ഇതാ ഈ ഒരു ഹോൾഡറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 12 പീസും നമുക്ക് ഈ ഒരു ഹോൾഡറിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കാണാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് 2K കിഡ്സിനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പേക്ക് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇത് കോളേജിലും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് കേട്ടോ. ഇതിന് സിപ്പില്ല. സിപ്പിന് പകരമായിട്ട് ഇതേപോലെ 2 ക്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിനകത്തേക്ക് ഒരു സിപ്പും കൂടി ഉണ്ട്. ഈ സിപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് 2 ചെറിയ പോക്കറ്റും കൂടി കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതായത് നമ്മൾ പാത്രം തേക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഇല്ലേ, അപ്പൊ അത് നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീലിന്റെ ഹാൻഡിലില് ഫിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാത്രം കഴുകാൻ തന്നെ യൂസ് ചെയ്യാം. കാരണം കൈക്ക് അലർജി എല്ലാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാത്രം കഴുകാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ കൊണ്ട് വേറെ നല്ല നല്ല ഉപകാരങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെ സിങ്ക് കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴുകുന്നൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വിടാം. പിന്നെ അത് മാത്രമല്ല, ബാത്റൂമിന്റെ വാളെല്ലാം കുറെ അഴുക്കെല്ലാം പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ആക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ക്ലീൻ ആക്കിയാൽ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബാത്റൂമിന്റെ വാഷ് ബേസിനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് അബായാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഒരു ലൈറ്റ് കോഫി കളറിൽ വരുന്ന അബായാണ് കേട്ടോ. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു അബായ എന്ന് പറയുന്നത് അധികം വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഇടാനെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇതിന് അധികം വർക്കൊന്നും ഇല്ല. ഇതിന് കൈക്ക് മാത്രമേ കുറച്ച് വർക്ക് വരുന്നുള്ളൂ. അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ബോ വർക്കാണ് കേട്ടോ കൊടുത്തത്. ഫുള്ളായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് കൈക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ കൈ ഇതുപോലെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് മെറ്റീരിയൽ എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല നേരിയ മെറ്റീരിയൽ ആണ്, ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. നിഴലടിക്കുന്ന പോലത്തെ അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നുമല്ല, നല്ല മെറ്റീരിയൽ ആണ്. എടുത്തു പറയാനുള്ളത് ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ് അടിപൊളിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കൈ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാന്. ഇതിന്റെ ബ്ലാക്കും പിന്നെ വേറൊരു ഓഫ് വൈറ്റ് കളറും ഒക്കെ ഇതിന്റെ അവൈലബിൾ ആണ്.
അപ്പൊ ഇത് വേറെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമുക്ക് ഇതിന് ബ്ലാക്ക് കളർ ഷോളും അതുപോലെ തന്നെ പീച്ച് കളർ ഷോളെല്ലാം നല്ലോണം മാച്ച് ആവും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല കേട്ടോ എനിക്ക് കിട്ടിയത്. ബ്ലാക്ക് കളർ തന്നെയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഈ ഒരു അബായ അല്ല കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോ പക്ഷെ ഇത് കാണാനും മോശമൊന്നുമില്ല, ചെറിയ അബായാണ് കേട്ടോ. ഇതിന് വിത്ത് ഷാൾ അടക്കാണ് വരുന്നത്. ഷാള് നമ്മൾ സാധാരണ നോർമൽ എല്ലാ അബായക്കും കിട്ടുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഇത് കണ്ടോ, ഇത് ഇതേപോലെ ഇങ്ങനെ കോളർ നെക്കാണ്. അതുപോലെ തന്നെ ഈ ഇതിന്റെ കൈക്ക് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ സിബ് വരുന്നുണ്ട്. അപ്പൊ ഇത് കോളർ നെക്ക് തൊട്ടിട്ട് താഴെ വരെ ഇതുപോലെ സിബാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ആക്കാൻ പോവാണ്. ഞാൻ ഓർഡർ ചെയ്ത സൈസും അല്ല കേട്ടോ എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും 600 രൂപക്ക് താഴെയാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഒരു 450, 500 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലുള്ളവർക്ക് ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീഷോയിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.